അൽഹംദുലില്ലാ. അപ്പം എല്ലാവരും കാത്തിരുന്ന് ആ ദിവസം എത്തിയില്ലേ. ഇന്നലെയാണെന്നുണ്ടെങ്കിൽ പുലർച്ചെ വരെ നല്ല മഴയായിരുന്നു അല്ലേ. നേരം വെളുത്തപ്പോൾ എന്താ അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. രാവിലെ എണീറ്റപ്പോഴേ എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും. റബീഉൽ അവ്വൽ 12 എന്ന് പറയുമ്പോൾ അതിൻ്റെ സന്തോഷം വേറെ ആയിരിക്കുമല്ലോ അല്ലേ. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി TK വ്ളോഗ്സ്. അപ്പോൾ അൽഹംദുലില്ലാ റബീഉൽ അവ്വൽ 12 എത്തിയില്ലേ. അപ്പോൾ അത് ഇന്നലെ രാത്രി നമ്മുടെ ഷിബിലി മോനെ അവനക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകളൊക്കെ പാക്കിങ് ചെയ്തതായിരുന്നു കേട്ടോ. ഇതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദഫിൻ്റെ കുട്ടികൾക്കുള്ള തൊപ്പി, അതുപോലെ തന്നെ ദഫ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലായിരുന്നു കേട്ടോ കൊണ്ടുവന്ന് വെച്ചിരുന്നത്. അതൊക്കെ കേട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞ് മറക്കൊന്ന് വെച്ചിട്ട് തന്നെ എടുത്ത് വെച്ചതായിരുന്നു. അങ്ങനത്തെ ഞാൻ എണീറ്റതിന് ശേഷം ഷിബിലി മോനെ വിളിച്ചുകൊടുത്താണ് കേട്ടോ. 3:45 നമ്മുടെ അടുത്തുള്ള പള്ളിയിൽ മൗലൂദ് തുടങ്ങുമെന്ന് പറഞ്ഞതായിരുന്നു. ഞാൻ പിന്നെ 3:15 എണീറ്റു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ഒന്ന് പുറത്തേക്ക് വന്ന് നോക്കുകയാണ്. അപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ലോണം മഴ പെയ്യുന്നുണ്ടായിരുന്നില്ലേ. ഇന്നലെ രാത്രി തുടങ്ങിയതായിരുന്നില്ലേ മഴ. നല്ലോണം ഫോഴ്സ് കൂടുതലുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ റോഡിലൂടെ ഒക്കെ വെള്ളം ഒലിച്ച് പോകുന്നത് കാണാൻ തന്നെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിലൂടെ ഒന്ന് വന്ന് നോക്കി കേട്ടോ. വെള്ളം അങ്ങനെ പോകുന്നില്ലേ എന്നൊക്കെ നോക്കി, ഇങ്ങോട്ട് കടക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയിരുന്നു കേട്ടോ. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കടക്കാറായിട്ടുണ്ടായിരുന്നു, പക്ഷേ കടന്നിട്ടും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയായിരുന്നു. പിന്നെ അതെ ഹിക്കാൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞത് ഹിക്ക റെഡി ആയിട്ട് കേട്ടോ. അപ്പോൾ ഹിക്ക അങ്ങനെ നോക്കുകയാണ്, പള്ളിയിൽ ആളൊക്കെ എത്തിയിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ മഴ ആയിട്ട് ആളിങ്ങനെ ആലോചിച്ച് നിൽക്കും ചെയ്യുകയാണ് കേട്ടോ. കൊണ്ടുപോകണോ, കൊണ്ടുപോയിട്ടുണ്ടെന്നിടയിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ വെക്കുമെന്നാണ് കേട്ടോ ഈ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും കൊണ്ടുപോയിക്കോളി, ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ അല്ലേ, അപ്പോൾ ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കൊണ്ടുവെക്കുക, വണ്ടിയിലല്ലേ പോകുന്നത്, അപ്പോൾ അവിടെ എവിടെയും വെക്കുക എന്നുള്ളൊരിതായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഹിക്ക കൂടെ എടുത്തുകൊണ്ട് പോയി. പിന്നെ ഞാൻ ഷിബിലി മോനെ ഒന്നും കൂടി വിളിച്ചോണത്തോണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ മൗലൂദ് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ മൗലൂദൊക്കെ ചെല്ലുന്നതൊക്കെ ഞാൻ വോയിസ് കട്ടാക്കി ചെയ്തേക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഷീറ്റുമൊക്കെ വെള്ളം വീഴുന്നതുകൊണ്ട് ഭയങ്കര ഒരു ബോറിട്ട് ആ മൗലൂദും എൻ്റെ വോയിസും കൂടി കേൾക്കുമ്പോൾ അപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ല പിന്നെ വോയിസിനൊന്നും. അപ്പോൾ ഞാനതൊക്കെ അവിടെ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താണ്. പിന്നെ ഷിബിലി മോന് കുളിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവന് ഫ്രഷായി ഒരുങ്ങിട്ടോ. അപ്പോൾ അവനക്ക് ഇന്നലെ ഉറങ്ങിയിട്ടൊന്നും ഉറക്കമൊന്നും തീർന്നിട്ടില്ല. കാരണം വന്ന് കിടന്നപ്പോഴേ 12:30 ആയിട്ടുണ്ട്. ഇന്നലെ പിന്നെ നേരത്തെയാണ് കേട്ടോ കിടന്നുറങ്ങുന്നത്. മാലകെട്ടലൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ നേരത്തെ തന്നെ വന്ന് കിടന്നു ഉറങ്ങിയിട്ടുണ്ട്. അവൻ വയ്ക്കൊക്കെ നേരത്തെ തന്നെ കിടന്നുറങ്ങി. അങ്ങനെ അവൻ്റെ മാറ്റിലൊക്കെ കഴിഞ്ഞുകൊണ്ട് അവന് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചോദിക്കായിരുന്നു, ഇനി ഞാൻ ആ വെള്ളത്തിലൂടെ ഇങ്ങോട്ട് തന്നെ വരേണ്ടതാണ് കേട്ടോ ചോദിക്കുന്നത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ദഫിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് തന്നെ വരാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞാൻ പറയായിരുന്നു കൊണ്ടെടുത്തോന്ന് പറയായിരുന്നു കേട്ടോ. അങ്ങനെ കണ്ടില്ല ഞങ്ങൾ നമ്മളെ വെള്ളത്തിൽ അപ്പോൾ കണ്ടില്ല നിങ്ങൾ പള്ളീൻ്റെ പുറംഭാഗം മാത്രമല്ല കേട്ടോ ഇവർ അലങ്കരിച്ചിട്ടുള്ളത്. പള്ളീൻ്റെ ഉൾഭാഗമൊക്കെ നല്ലോണം അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 3:45 കേട്ടോ മൗലൂദ് തുടങ്ങിയത്. പിന്നെ അപ്പോഴേക്കും ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ചായം കടിയൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് പിന്നെ നേരെ മദ്രസയിൽ പോയിട്ട് അവിടെ പോയിട്ടാണ് പതാക ഉയർത്താറ്. അങ്ങനെ കേട്ടോ ഇവിടുത്തെ ഒരു നബിദിന ആഘോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കൽബുകൾ വല്ലാതെ ആശിക്കുന്നുണ്ട് ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണാൻ. നീ അതിന് തൗഫീഖ്. ഒരുപാട് നല്ല ചെറുപ്പക്കാരാണ്. കാരണം എന്താ, ഹബീബിന്റെ മൗലിദിലേക്ക് പൈസക്ക് ചെലവുണ്ടല്ലോ എല്ലാ വിഷയത്തിനും. അതിലേക്ക് തന്നു, നീ സ്വീകരിക്കണേ. അവിടുന്ന് മദീനയിലേക്ക് മാടി വിളിക്കുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അതുപോലെ എല്ലാ വിഷയത്തിലേക്കും ഇവിടെ മാലബൾബുകൾ തൂക്കുന്നതിലേക്കും ഒക്കെ സഹായിച്ച ചെറുപ്പക്കാർ, പ്രവാസികൾ ഒരുപാട് ആളുകളുടെ തോരണങ്ങൾ ഒരുക്കുന്നതിലേക്കും ഇവിടെ നടക്കുന്ന ഓരോ പരിപാടികളിലേക്ക് ഭക്ഷണം തയ്യാറാക്കാൻ അരിയായിട്ട് തന്നവരുണ്ട്, മാംസമായിട്ട് തന്നവരുണ്ട്. ഒരുപാട് നല്ല നല്ല മുഅ്മിനീങ്ങൾ അല്ലാഹു ഒക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി നമ്മൾ ഇവിടെ ദുആ ചെയ്യാൻ പോവുകയാണ്. ഒരിക്കലും
ഹബീബായ തങ്ങൾക്ക് വേണ്ടി പൈസ ഒരു രൂപ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും വെറുതെയാകുമല്ലോ മിനിങ്ങളെ. ഹബീബായ തങ്ങൾക്ക് വേണ്ടി നമ്മളൊരു വഴിയിലൂടെ നടന്നിട്ടുണ്ടെങ്കിൽ അതടക്കം നമുക്ക് വെറുതെയാകൂല. കണ്ടില്ല നിങ്ങൾ, ചെറിയ ചെറിയ ഓരോ അത്യാവശ്യമുള്ള ക്ലിപ്പുകളാണ് കേട്ടോ മാത്രമേ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ പള്ളീൻ്റെ. പിന്നെ അതേ അപ്പോഴേക്കും നമ്മുടെ ഫിനുമോളാണെന്നുണ്ടെങ്കിൽ എണീറ്റ് അവളുടെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവളും തന്നെ ഒരുക്കാണ് കേട്ടോ. അപ്പോൾ അവളും തന്നെ റാലിയിൽ പോവാറുണ്ട്. നമ്മളിനെ അറിയുന്ന കുട്ടികളുണ്ടാവും, അവരുടെ വണ്ടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവർ പോണ വണ്ടിയിൽ അവളും അങ്ങനെ പോകും. പിന്നെ അവർ വീട്ടിലേക്ക് വരുമ്പോൾ അവളും തന്നെ തിരിച്ച് വരും ചെയ്യും. അങ്ങനെ കേട്ടോ എല്ലാ വർഷവും ചെയ്യാറ്. അപ്പോൾ സെൻ്റ് അടിക്കണമെന്ന് വേണ്ട അതടിക്കാണ്. പിന്നെയാണെന്നുണ്ടെങ്കിൽ കടിയൊന്നും വേണ്ട കേട്ടോ, വെറും പച്ചവെള്ളം മാത്രം മതി കേട്ടോ. ഇവിടെ പിന്നെ രാവിലെ എല്ലാവരും അങ്ങനെ തന്നെയാണ് കുടിക്കാറ്. അപ്പോഴേക്ക് ഞാനും ഇറങ്ങിയിട്ട ഞാനും തന്നെ പോകട്ടെ. നമ്മളുടെ അടുത്തുള്ള താത്തമാരൊക്കെ ഉണ്ടാവും പതാക ഉയർത്തുന്ന മദ്രസയിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാനും ഇറങ്ങി. അപ്പോൾ ദഫ് കുട്ടികളുടെ ദഫും അതുപോലെ തന്നെ തൊപ്പിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെക്കാട്ടോ മരക്കൊന്ന് വെച്ചിട്ട്. അപ്പോഴേക്കും നമ്മൾ ഷിബിൽ മോന് പള്ളിയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് വന്നു, മൗലൂദും നിസ്കാരവും ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് അവിടെ പിന്നെ പൊറാട്ടയും അതുപോലെ തന്നെ ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അത് പിന്നെ അവനെ കുടിച്ചു. ഞാൻ പിന്നെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഇക്കും ഷിബിലു മോനും പിന്നെ പോയതല്ലേ, അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒപ്പിക്കാമെന്ന് വെച്ചതാണ്. ഞാൻ ഏതായാലും ചായ കുടിക്കുമ്പോഴേക്ക് ടൈം ആവല്ലോ. അങ്ങനെ ഷിബിലു മോനെ ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ അത് അവൻ തന്നെയാണ് കൊണ്ടുപോകണം. അവിടുന്ന് ഏതായാലും നമ്മുടെ പള്ളിയിൽ നിന്ന് വണ്ടി ഉണ്ടാവും, അപ്പോൾ ആ വണ്ടിയിൽ വെക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ അത് കൊണ്ടുപോകാണ് കേട്ടോ. അവന് പോയി കഴിഞ്ഞതിന് ശേഷം വേണം ഡോറൊക്കെ പൂട്ടിയിട്ട് ഞങ്ങൾക്കും ഇറങ്ങാൻ. പിന്നെ 6:30ക്കാണ് കേട്ടോ മദ്രസയിൽ പതാക ഉയർത്തുന്നത്. അങ്ങനെ ഞങ്ങളും തന്നെ പോവാണ് കേട്ടോ. 6:30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും 7 മണിയാവുമല്ലോ. ഇപ്പം പിന്നെ മഴയല്ലേ, മഴ രാവിലെ ആകുമ്പോഴേക്കും ചെറുതായിട്ടൊന്നും മാറിന്നു കേട്ടോ. ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ നല്ലോണം വ്യത്യാസം ഉണ്ടായിരുന്നു. രാത്രി നല്ല മഴ ആയിരുന്നില്ല, എന്നാലും ചെറിയ രീതിയിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നാലും അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെ പതാക ഉയർത്തലും എല്ലാം കഴിഞ്ഞു. أكبر ولله الحمد الله أكبر الله أكبر ولله الحمد الفاتحة أعوذ بالله من الشيطان الرجيم ങ്ങളിൽ നിന്നും എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. എല്ലാ തടസ്സങ്ങളും നീ നീക്കി തരണേ അല്ലാഹ്. നല്ല സന്തോഷത്തോടു കൂടെയുള്ള തുടക്കം അവസാനം വരെ നീ നല്ല സന്തോഷം നിലനിർത്തണം. പിന്നെ അത് പതാക ഉയർത്തലും ദ്വാചയിലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷിബിലുമോൻ്റെ ദഫാണ് കേട്ടോ. ഈ കാണുന്നത് നമ്മൾ ലാസ്റ്റാണ് നമ്മൾ ഷിബിലുമോന് നിൽക്കുന്നത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പിന്നെ ഒറിജിനൽ സോങ് നമ്മുടെ ചാനലിൽ ഇടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മ്യൂസിക് ഉള്ളതല്ല, അപ്പോൾ കോപ്പിറൈറ്റ് വീഴും കേട്ടോ. പിന്നെ കുട്ടികൾ പാടില്ലല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഒറ്റ കാരണത്താലാണ് നമ്മുടെ ഇതിൻ്റെ ഈ പിന്നെ ദഫിൻ്റെ പാട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഇപ്രാവശ്യത്തെ നബിദിനം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയായിരുന്നില്ല, കാരണം നല്ലോണം മഴ ആയിരുന്നില്ലേ. നേരം വെളുത്തപ്പോൾ ചെറിയൊരു കുറവുണ്ടായതുകൊണ്ട് പിന്നെ എല്ലാവർക്കും ഒരു സമാധാനം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുമായിരുന്നു അല്ലേ, എത്രയും പെട്ടെന്ന് റാലി കഴിയോളം ഒന്ന് മഴ ഒന്ന് നിന്നിട്ടുണ്ട് എന്നല്ലേന്ന് പറയണ്ട. അതുപോലെ തന്നെ ആയും ചെയ്തു കേട്ടോ. പിന്നെ വലിയ കുഴപ്പമില്ലാത്തതിന് എല്ലാ റാലികളും നല്ല രീതിയിൽ തന്നെ എല്ലായിടത്തും നടന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ അങ്ങനത്തെ ഒരു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ചെറിയ ചാറ്റൽ മഴയേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും കുട്ടികളൊക്കെ നല്ലതുപോലെ തന്നെ കളിച്ചു, എല്ലാം നല്ല രീതിയിൽ റാഹത്തായി കഴിഞ്ഞു ചെയ്തു കേട്ടോ. കണ്ടില്ലങ്ങൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. റോട്ടമ്മ ഇരുന്നിട്ടാണ് കേട്ടോ ഈ കളിക്കുന്നത്. പുതിയ ഡ്രസ്സുമാണ്, എന്നാലും അവർക്ക് ചളിയൊന്നും ഒരു പ്രശ്നമില്ല, അവർ നല്ലതുപോലെ കളിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ദഫ് മെയിനായിട്ട് പഠിപ്പിച്ചത് ഇവിടെ നിന്നൊരു ഉസ്താദിനെ ഏൽപ്പിച്ചതായിരുന്നു പുറത്തുനിന്ന് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഓരോ സ്റ്റെപ്പ് കാണിച്ചു കൊടുത്തിട്ട് പോയി ഇടയ്ക്ക് എപ്പോഴേലൊക്കെ ഒന്ന് വരും. എന്നിട്ട് ഇത് പിന്നെ പഠിപ്പിക്കുന്നത് നമ്മളെ ഷിബിലു മോൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവനും തന്നെ നല്ല പ്രയത്നിച്ചിട്ടുണ്ട്. പിന്നെ ഈ ദഫ് പഠിക്കാനും വേണ്ടിയിട്ടും ഇവരിനെല്ലാവരും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാനും വേണ്ടിയിട്ടും അവന് തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ സ്കൗട്ടിൻ്റെ കുട്ടികളും ഫ്ലവർ ഷോൻ്റെ കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴ ആയത് കാരണം പെട്ടെന്ന് അങ്ങനെ പോകുമായിരുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ ശരിക്കും വീഡിയോസ് എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനത്തെ വേറൊരു മദ്രസ ഉണ്ട് നമ്മുടെ മുകളിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുവരെയാണ് കേട്ടോ ഈ പോകുന്നത്. അപ്പോൾ വണ്ടി ഇതിലൂടെ കൊണ്ടുപോകാൻ പറ്റില്ല, അപ്പോൾ തിരിച്ച് അങ്ങനെ തന്നെ പോയും ചെയ്ത് പിന്നെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിലൂടെ നടന്നു വന്നു കേട്ടോ. അപ്പോൾ ഇതും തന്നെ ഇവർ പെട്ടെന്ന് നമ്മുടെ വീടിൻ്റെ ഇവിടെ എത്തുന്നതാട്ടോ. നമ്മൾ കണ്ട് പാട്ടൊന്നും സൗണ്ട് കേട്ടതേ ഇല്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ കൂടിയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പള്ളിയിൽ നിന്ന് നമുക്ക് കുറച്ച് പൊറാട്ട കൊണ്ടുവന്ന് വെച്ചിരുന്നു.
ചിക്കൻ കറിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതായിരുന്നു ഞാൻ കഴിച്ചു. പിന്നീടെന്നുണ്ടെങ്കിൽ നമ്മൾ ഷിബിലി മോൻ്റെ മദ്രസയിലെ അവരാണ് കേട്ടോ ഈ വരുന്നത്. അപ്പോൾ ഇവർ പിന്നെ എല്ലാ വർഷവും ഇവിടെ വെച്ച് കളിക്കാറുള്ളതാണ് കേട്ടോ. എല്ലാവരും പെട്ടെന്ന് വന്ന് ഓരോ സ്റ്റെപ്പ് ഇട്ടിട്ട് അവർ കളിച്ചിട്ട് അങ്ങോട്ട് പോയി. ഷിബിലി മോനും കൂട്ടരുത് അവിടെ നിന്ന് അങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. ഉസ്താദന്മാരും എല്ലാവരും തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ റാലി എല്ലായിടത്തും പെട്ടെന്ന് തന്നെ കഴിക്കാനുള്ളൊരു തീരുമാനത്തിലായിരുന്നു അല്ലേ. കാരണം നമുക്ക് കാലാവസ്ഥ എന്ന് പറയുന്നത് അനുകൂലമായിരുന്നില്ലല്ലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് തീർത്തിട്ടുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് എല്ലാം കഴിച്ച് റാഹത്തായി ഇരിക്കാമല്ലോ എന്നുള്ള ചിന്തയിലായിരുന്നു കേട്ടോ എല്ലാവരും. ഇവിടെ പിന്നെ എല്ലാ വർഷവും ദഫിന് ഡ്രസ്സിന് ഉള്ള പൈസ ഒന്നും വേണ്ട കേട്ടോ. അത് കമ്മിറ്റിക്കാർ ഏറ്റെടുക്കും. പിന്നീടെന്നുണ്ടെങ്കിൽ ഷൂസും ഷോക്സും പിന്നെ നമ്മൾ നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ പാട്ട് ഏതാണെന്ന് അറിയാനായിട്ട് നല്ലൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എന്താ ചെയ്യുക, കോപ്പിറൈറ്റ് വീഴും അതാണ് കേട്ടോ. അതേപോലെ അപ്ലോഡ് ചെയ്യാത്ത അങ്ങനെ അവരുടെ കുറച്ച് സ്റ്റെപ്പ് കണ്ടില്ലേ. അത് കഴിഞ്ഞതിന് ശേഷം ചെറിയ കുട്ടികളാണ് കേട്ടോ ഈ കളിക്കുന്നത്. കുട്ടികളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കവറിൽ മിഠായിയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അല്ലേ. ഇവിടെയും തന്നെ ഇപ്രാവശ്യം മിഠായി കുറവാണ് കേട്ടോ. ബിസ്ക്കറ്റാണ് പിന്നെ കുറച്ച് കൂടുതലുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം. എല്ലാ വർഷത്തെ പോലെ ഇപ്രാവശ്യം ഇവിടെ തന്നെ മിഠായി കിട്ടിയിട്ടില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഫിനുമോൾ എത്തിയിട്ടാ ഫുള്ള് ജാഥയിൽ അവൾ പിന്നെ പോയിട്ടില്ല. നമ്മളുടെ അടുത്തുള്ള വണ്ടിയിലാട്ടോ പോയത്. കുറേയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം മിഠായിയൊക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല ഞങ്ങൾ വരുന്ന ആ സന്തോഷം, മിഠായി കിട്ടിയിട്ടുള്ള സന്തോഷമാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ വന്ന പാടെ ചോദിക്കുന്നത് കാക്ക വന്നാന്നാട്ടോ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ വന്നിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെ ക്ഷീണിച്ച് ഉമ്മച്ചിന്ന് പറഞ്ഞിട്ട് ചൂടെടുക്കുന്നുണ്ടെന്നും പറയായിരുന്നു കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വണ്ടിയിലായാലും ഇങ്ങനെ യാത്ര ചെയ്യല്ലേ. അതവിടെ കൊടുന്ന് വെച്ചപ്പോഴേക്കും ഷിബിലി മോനും ആകെ ക്ഷീണിച്ച് അവനക്കുള്ള പൊതിയും കൊണ്ട് അവനും വന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം ഫാനൊക്കെ ഇട്ട് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഒക്കെ നോക്കട്ടെ എന്തൊക്കെ കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഞാൻ അവർ വരുമ്പോഴേക്കും എൻ്റെ കുളികളൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. നബിദിനാകുമ്പോൾ പിന്നെ നേരത്തെ തന്നെ പണികളൊക്കെ കഴിക്കുമല്ലോ അല്ലേ. കുളിയും തന്നെ ഞങ്ങൾ റാലി വരുമ്പോഴേക്കും ഇവിടെ അടുത്തുള്ള എല്ലാവരും അങ്ങനത്തെ റാലി വരുമ്പോഴേക്കും കുളിയൊക്കെ കഴിക്കൂട്ടെ. പിന്നെ ഉച്ചയ്ക്ക് പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കണ്ടല്ലോ, പള്ളിയിൽ നിന്ന് കിട്ടില്ല. ഇവിടെ രണ്ട് പിന്നെ മദ്രസ ആയതുകൊണ്ട് പിന്നെ ഒരു മദ്രസയത്തെ കേട്ടോ ചോറ് ഇന്ന് കൊടുക്കുന്നത്. ഷിബിലി മോനും ഫിനുമോളും പഠിക്കുന്നത് വേറൊരു ദിവസം കൂടി അങ്ങനെ. അപ്പോൾ അത് മിഠായികളും എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം വെള്ളം അവർ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളി എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടത് അവരെടുക്കുന്നു കേട്ടോ. ഏതായാലും കുറേ നടന്നതല്ലേ. ഷിബിലി മോന് നടന്ന് കളിച്ച് വരികയൊക്കെ അല്ലേ. ഇത് കഴിഞ്ഞിട്ട് വേണമെന്ന് കിടന്നുറങ്ങാനുണ്ടെന്ന് വെച്ചിട്ടാട്ടോ അവൻ്റെ ഈ വരവ്. അങ്ങനത്തെ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോറൊന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ചോറ് അപ്പോഴേക്ക് ഇക്ക കൊണ്ടുവന്നിരുന്നു. ചോറ് നെയ്ച്ചോറായിരുന്നു കേട്ടോ. അപ്പോൾ പാകാണ് കേട്ടോ, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും 2 നേരത്തിന് കറക്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇക്കാനോട് പറയുന്നത് ഇതാണ് പാകം എന്ന് പറയായിരുന്നു കേട്ടോ. പിന്നെ അതേ കറി ബീഫും ആയിരുന്നു കേട്ടോ. അതും ഒന്ന് എടുത്തു വെച്ചു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ലോണം ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ചോറ് കൊണ്ടുവന്ന് വെച്ചിട്ട് പള്ളിയിൽ പോയതായിരുന്നു. അപ്പോഴേക്കും സുർക്കുള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളക് ഒരിത്തിരി സുർക്കയും ഉപ്പിട്ടുകൊണ്ട് അതൊന്ന് ഉണ്ടാക്കിയെടുത്തോ. പിന്നെ പപ്പടം നോക്കിയപ്പോൾ ആണെന്നുണ്ടെങ്കിൽ പപ്പടം ഉണ്ടായതും ഇല്ല കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെ മതിയെന്ന് വെച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് തൊട്ട് കൂട്ടാൻ പോലെ അല്ലേ. അപ്പോഴേക്കും ദൈക്ക പള്ളിയിൽ നിന്ന് വന്നും ചെയ്തു. പിന്നെ ചോറ് വിളമ്പാണ് കേട്ടോ. ഇക്കും തന്നെ പറയുന്നത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് നല്ലപോലെ ഒന്ന് കടന്നുറങ്ങാൻ. എത്ര പോലെ ദിവസമായി നല്ലപോലെ ഒന്ന് കടന്നുറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ എല്ലാവരും ഒന്നിച്ചിരുന്നു നബിദിനത്തിൻ്റെ ചോറും കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.